ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 2 ശ്ലോകം 8. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗമാണ് ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന്. അങ്ങനെ കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗം ശ്രേഷ്ഠമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാണ് 8ാമത്തെ ശ്ലോകം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാവിദം തദ്ദൂരേത്യഫലം യഥോപനിഷദജ്ഞാനോപലഭ്യം പുന തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയത സുധർമ്മചരണം യത് കർമ്മയോഗാവിധം തദ് ദൂരേത്യഫലം യത് ഔപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തത് തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത് പ്രേമാത്മക ഭക്തി ഏവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാവിധം തദ്ദൂരേത്യഫലം യഥോപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം പറയുമ്പോൾ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നിയതസ്വ ധർമ്മചരണം യത് കർമ്മയോഗാവിധം ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നിത്യനൈമിത്തികങ്ങളായ വിധിപ്രകാരമുള്ള സുധർമാനുഷ്ഠാനം എന്ന യാതൊന്ന് കർമ്മയോഗം എന്ന് പറയപ്പെടുന്നു. അതായത് കർമ്മയോഗം എന്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നിത്യനൈമിത്തികങ്ങളായ വിധിപ്രകാരമുള്ള സ്വധർമാനുഷ്ഠാനം അത് ഏതാണോ അതാണ് കർമ്മയോഗം എന്ന് പറയപ്പെടുന്നു. അതാണ് ഒന്നാമത്തെ പറഞ്ഞത്. ഇനി തദ്ദൂരേത്യ ഫലം, അത് വളരെ കാലം കഴിഞ്ഞു മാത്രം ഫലം നൽകുന്നതാകുന്നു. പുനഃ പിന്നെ തത് ഔപനിഷദ ജ്ഞാനോപലഭ്യം, ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ തത്തു അവ്യക്തതയാ ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തത് മൂലം ചിത്തസ്യ ദുർഗമതരം മനസ്സിന് പിടികിട്ടാൻ പ്രയാസമേറിയതാണ്. ഹേ വിഭോ, അലയോ വിഭോ, തസ്മാത് അതുകൊണ്ട് പ്രേമാത്മക ഭക്തി ഏവ അങ്ങയെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് സതതം എപ്പോഴും സ്വാദീയസി ശ്രേയസി എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവും ആയിട്ടുള്ളത്. ദൂരേത്യ ഫലം, ദൂരേത്യമായ ഫലത്തോട് കൂടിയത് പറയുമ്പോൾ ദൂരേത്യം ദൂരെ അല്ലെങ്കിൽ കാലാന്തരത്തിൽ വന്നു ചേരുന്നത് എന്ന് സാരം. ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നിത്യനൈമിത്തികങ്ങളായ വിധിപ്രകാരമുള്ള സ്വധർമാനുഷ്ഠാനം എന്ന യാതൊന്ന് കർമ്മയോഗം എന്ന് പറയപ്പെടുന്നുവോ അത് വളരെ കാലം കഴിഞ്ഞു മാത്രം ഫലം നൽകുന്നതാകുന്നു. പിന്നെ ഉപനിഷത്തുകളിൽ നിന്നും കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തത് മൂലം മനസ്സിന് പിടികിട്ടാൻ പ്രയാസമേറിയതാണ്. ഹേ വിഭോ, അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവും ആയിട്ടുള്ളത്. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാവിദം തദ്ദൂരേത്യഫലം യഥോപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്തവ് അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാവിദം തദ്ദൂരേത്യഫലം യഥോപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വദവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാവിദം തദ്ദൂരേത്യഫലം യഥോപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്തദ്വ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ
त्वत्प्रेमात्मकभक्तिरेव सततं स्वादीयसी श्रेयसी सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द